മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള എണ്ണയിലൊന്നും പൊരിക്കാത്ത ഒരു അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ആളുകൾക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് ചെറുപയർ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുള്ള ചെറുപയർ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോകരുത്. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. നമ്മളൊരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ കുഴച്ചെടുക്കുക കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 1/2 കപ്പ് ശർക്കര ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഒരുപാട് വെള്ളത്തിൽ ഉരുക്കിയെടുക്കണ്ട കേട്ടോ. ഇത്രയും തന്നെ വെള്ളം മതി. ഇതൊന്ന് ഉരുക്കി കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ച് ഇതുപോലെ ഒന്ന് ഉരുക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും ചെറുപയറൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. ഇത് ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും വെന്ത് കിട്ടണം. ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അതുപോലെ നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ഒരു ശർക്കര പാനി ഉണ്ടല്ലോ അത് അരിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചിട്ട് ഈ ഒരു ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ അടിയിലൊന്നും പിടിക്കാതെ ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള ഓരോ ബോളാക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മൈദയിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഒരു പലകയിൽ കുറച്ച് എണ്ണ ഒന്നാക്കി കൊടുത്തതിന് ശേഷം അതിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തി എടുത്തതിന് ശേഷം ഈ വലുപ്പത്തിൽ പരത്തി എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ചെറുപയറിൻ്റെ ആ ഒരു ബോൾ ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ഓയിൽ പലകയിലാക്കിയിട്ട് നമുക്കിത് ഒന്ന് പരത്തിയെടുക്കണം. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കണ്ട. ചെറിയൊരു കട്ടിയിൽ ഇതുപോലെ അങ്ങ് പരത്തിയെടുത്താൽ മതി. ആ ഒരു ചെറുപയറിൻ്റെ മിക്സ് ഒന്നും പുറത്തേക്ക് വരരുത്. ആ ഒരു രീതിയിലൊന്നങ്ങ് പരത്തിയെടുത്താൽ മതി. എന്നിട്ടൊരു പാനിൽ അല്പം നെയ്യാക്കി കൊടുത്തതിന് ശേഷം ചൂടായിട്ട് നമ്മൾ ഈ ഒരു പരത്തിയത് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലും ഒന്ന് നെയ്യാക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഒന്ന് പൊങ്ങി വരും. ഇതൊന്ന് കുക്കായിട്ട് വരുന്ന സമയത്തൊന്ന് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊങ്ങി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി മൈദയൊക്കെ ഉപയോഗിക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്